വളരെ പ്രാധാന്യമുള്ള തദ്ദേശ ഇലക്ഷന് ഇനി ഒരാഴ്ചയുള്ളൂ. തദ്ദേശ ഇലക്ഷന്റെ ഒന്നാം ഘട്ടത്തിന് ഇനി ഒരാഴ്ചയുള്ളൂ. ആദ്യ ഘട്ടത്തിൽ ഏറ്റവും നിർണായകം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ത്രികക്ഷി മത്സരമാണെന്ന് പറയാം. സാധാരണ കളത്തില്ലാത്ത കോൺഗ്രസും ഇത്തവണ ആഞ്ഞടിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ CPM BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകവുമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് നിർണായകമാണ്. അത് മാത്രമല്ല CPMന് എതിരെ അഭിമാന പോരാട്ടവുമാണ്. രജിതൻ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും BJP സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണ 35 വാർഡുകൾ അവർ വിജയിച്ചു. ഇത്തവണ അവർക്ക് 51, 52 എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പർ അവർക്ക് എത്തണം. BJP ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു പ്രചരണമാണ് തിരുവനന്തപുരം നടത്തുന്നത്. കഴിഞ്ഞ 35 വാർഡുകൾ അതേ സ്ഥാനാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ച സ്ഥാനാർത്ഥികൾ സംവരണം മൂലം ചില മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി എല്ലാം അതേ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നു. തിരിച്ച് അവര് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തതായി അവർ കാണുന്നത് 20 വാർഡുകൾ, 35, 20, 55 അവരുടെ RSSന്റെ സർവേ പറയുന്നത്. ആ 20 വാർഡുകൾ വിജയിക്കുമെന്നുള്ള ഷുവർ കാൻഡിഡേറ്റിനാണ് അവർ തവണ നിർത്തിയിട്ടുള്ളത്. BJP ലക്ഷ്യം വയ്ക്കുന്നത് 70 വാർഡാണ്. പക്ഷേ 70 ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത്രയും വലിയൊരു ലോസ് CPM ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ BJP കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ മറ്റെല്ലാ കാര്യങ്ങളും എടുക്കുകയാണെങ്കിലും ആര്യ എനിക്ക് തോന്നുന്നു തികഞ്ഞൊരു പരാജയമായിരുന്നു. അത് നമ്മൾ 2 സർവേ നടത്തി. 2 സർവേക്കകത്തും ആര്യയെക്കുറിച്ച് അങ്ങനെ നല്ലൊരു കാര്യം എങ്ങും കേട്ടില്ല. അപ്പൊ ആര്യ ഒരു ഫാക്ടറാണ്. നമുക്കറിയാലോ, ഈ തദ്ദേശത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും നിയമസഭയുടെയും ലോക്സഭയുടെയും അതേപോലെ ഉള്ള ചർച്ചകളല്ല, പ്രാദേശിക വിഷയങ്ങൾ. ആര്യ ഒരു വലിയ പരാജയം. CPMന് ആര്യയുടെ പരാജയത്തെ മറികടക്കാൻ അവരുടെ സംഘടനാ സംവിധാനം കൊണ്ട് എത്രത്തോളം കഴിയുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. 3, ചില സ്ഥലങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ചില ഞാൻ പറയാം വഞ്ചൂരിൽ ഇങ്ങനെ ഒരു ജാതിവാല ചേർത്തു എന്നുള്ള വിഷയം. പിന്നെ വഞ്ചൂർ ബാബുവിനെതിരെയുള്ള അത് വലിയൊരു ഗുണ്ടാ നേതാവാണ്, പ്രസ് ക്ലബിന്റെ സെക്രട്ടറി പ്രസിഡന്റിനെ അടിച്ചു. അതിനു മുൻപ് അവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അടിച്ചു തകർത്തു. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചില ആക്ഷേപങ്ങൾ. ഇത് കൂടാതെ കോൺഗ്രസ്, നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ, കോൺഗ്രസ് അതിശക്തമായി മത്സരിക്കുമെന്ന് കരുതിയതാണ്. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. പക്ഷെ കോൺഗ്രസ് ഒന്നുമില്ല, ചിത്രത്തിലില്ലാത്ത അവസ്ഥ. ശബരിനാഥൻ ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെ, ശബരിനാഥൻ തന്നെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, കോൺഗ്രസ് അവരുടെ വോട്ട് സമാഹരിച്ചാൽ ആ വാർഡുകളിൽ ടൈറ്റ് മത്സരം നടക്കും. അതെനിക്ക് തോന്നുന്നു ഒരു 15, 20 വാർഡുകൾ കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കും. അവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ BJP ജയിക്കാതിരിക്കാൻ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും. ആ ക്രോസ് വോട്ടിംഗ് ഇത്തവണ നടന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു BJP ഒരു 50-ന് മുകളിൽ 85 വാർഡുകൾ നേടാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്ന കാര്യം, RSSന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അത്ര തെറ്റാറില്ല. ഈ BJP പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒപ്പീനിയൻ പോലുള്ള ആരെങ്കിലും പറയുന്നത് പോലെയല്ല. അവർ വളരെ കൃത്യമായി തന്നെ ഒരു വാർഡിൽ എത്ര വോട്ടുകൾ നമുക്കുണ്ട്, നമ്മുടെ പാർട്ടി വോട്ട് എത്രയുണ്ട്, പരിവാർ വോട്ടുകൾ എത്ര ഉണ്ട്, എത്ര വോട്ടുകൾ നിഷ്പക്ഷമായി നിന്ന് നമുക്ക് ചായച്ചെടുക്കാൻ പറ്റും, കൃത്യമായി അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതിനകം എന്റെ കണക്കൂട്ടലിലാണെങ്കിൽ ചില വാർഡുകളിലൊക്കെ തന്നെ 4-ലധികം തവണ RSSന്റെ ചുമതലയുള്ള പ്രഭാരികൾ വിസിറ്റ് നടത്തി, സൈറ്റ് വിസിറ്റ് നടത്തി കഴിഞ്ഞു 4 തവണ. അപ്പൊ അവർ ജയിക്കുന്ന ഉറപ്പുള്ള ഇടങ്ങളിൽ ഞാനതാ പറഞ്ഞു, അവരിപ്പം ഈ കാടടച്ച് വെടിവെക്കുന്നില്ല. 70-ന് മാത്രമേ അവര് ശ്രദ്ധിക്കുന്നുള്ളൂ. 70-ൽ എന്റെ കണക്കൂട്ടൽ 55 to 58. പക്ഷെ എന്റെ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാല്, ഈ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് വന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അത് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത്. അത് മാത്രമല്ല, എവിടെയൊക്കെയാണ് ഫോൾട്ട് വരാൻ സാധ്യത ഉള്ളത് ആ ഏരിയയെല്ലാം അവർ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന്റെയാണ്. സംസ്ഥാനത്ത് ഉള്ള കണക്ക് പോലെയല്ല തിരുവനന്തപുരത്ത് BJPയുടെ വളർച്ചയും കോൺഗ്രസിന്റെ തളർച്ചയും പാരലായിട്ടാണ്. കോൺഗ്രസ് തളർന്ന ആ സമയത്ത് കൃത്യമായിട്ട് BJP വളർന്നിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് പിടിക്കുവാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലോസ് വരാൻ പോകുന്നത് BJPക്ക് തന്നെയായിരിക്കും. പക്ഷെ ആ ഫസ്റ്റ് ലോസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന കാര്യം. തുടക്കത്തിലെ ആവേശം കോൺഗ്രസിന് ഇപ്പോഴില്ല. പിന്നെ 3 പാർട്ടികളുടെയും, നമ്മളിപ്പോൾ ഞാൻ നഗരത്തിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് 3 പാർട്ടികളുടെയും പ്രചാരണം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രചാരണ വാഹനം എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയും പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണം ശബരിമലയാണ്, ബാക്കി 2 പേരുടെയും വികസനമാണ്.
ഒരു നാട്ടിൻപുറം മേഖലയായിരുന്നെങ്കിൽ ശബരിമല ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു തിരുവനന്തപുരം പോലുള്ള നഗര മേഖലയിൽ ശബരിമല മാത്രം വെച്ച് പ്രചാരണം നടത്തുകയാണെങ്കിൽ ശബരിമലയിലെ കൊള്ളയാണ് അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമ്മൾ 2 സർവേ നടത്തുന്നതിനകത്തൊന്നും ശബരിമലയെ കുറിച്ച് സാധാരണക്കാരിൽ ചെറിയ അമർഷമുണ്ട്. പക്ഷേ അതൊരു പ്രചാരണ വിഷയമോ അല്ലെങ്കിൽ അതൊരു മേയർ ഇലക്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോർഡ് ഇലക്ഷനകത്ത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. രാഹുൽ മാങ്കൂട്ടം പോലും അല്ല. അപ്പോൾ കോൺഗ്രസിന്റെ പ്രചാരണം അവിടെ പാണ് നിൽക്കുകയാണ്. അപ്പം CPM-ന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കണ്ടിരുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുള്ള വരവായിരുന്നു. പക്ഷെ ആ വരവ് അത്രമാത്രം ആയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് നിർണായകമായിരിക്കും. ആ വോട്ട് എത്ര പിടിക്കുന്നുള്ള ആ വോട്ട് അവരുടെ ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അത് BJPക്ക് ആയിരിക്കും തളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ കോൺഗ്രസ് ആ വോട്ട് പിടിച്ചില്ലെങ്കിൽ BJPക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ചേഞ്ച് ആകാൻ പോകുന്നത് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടർ ആകാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിന്റെ തളർച്ചയാണോ വളർച്ചയാണെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന ചോദ്യം. എനിക്ക് തോന്നുന്നത് ഈ ഒന്നാമത് കോൺഗ്രസിന്റെ തുടക്കത്തിൽ കെ മുരളീധരനായിരുന്നു. ഇപ്പോഴും കെ മുരളീധരനാണ് സീറ്റ് പിന്നെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം വിമതന്മാർ കോൺഗ്രസിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. അപ്പോ ഈ കഴിഞ്ഞ തവണ ഒരു 10 സീറ്റുകൾ ജയിച്ചു എന്ന് പറയും. എന്റെ ഒരു കണക്കൂട്ടലിൽ ആ 10 പോലും നിലനിർത്താൻ കോൺഗ്രസ് കഴിയില്ല. കാരണം കോൺഗ്രസിനെ ജനങ്ങൾ ഒരു ഫാക്ടറായിട്ട് കണക്കാക്കുന്നില്ല. കോൺഗ്രസ് വിജയിക്കും എന്നുള്ള ആരും കണക്കാക്കുന്നില്ല. കോൺഗ്രസിന് ഏറ്റവും സോക്കോൾഡ് പാർട്ടിക്കാർ പോലും കോൺഗ്രസിന്റെ ഭരണസമിതി വരുന്ന പ്രതീക്ഷിക്കുന്നു. ഇവിടെ അച്ഛൻ പറഞ്ഞതല്ല, ശബരിമല ഒരു ഫാക്ടർ അല്ലായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5% വിശ്വാസികളെങ്കിലും ശബരിമലയിൽ ചെയ്യും. ആ ശബരിമലയിലെ ആ 5% വിശ്വാസികൾ പിന്നെ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരുടെ ആ വോട്ട് BJPക്ക് പോകും. വികസിത അനന്തപുരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള BJPയുടെ ക്യാമ്പയിൻ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ക്യാമ്പയിനാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുള്ള ഒരു ഇതാണ്. നഗരത്തിൽ ഒരു അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ആളുകളാണ് കൂടുതൽ. ഇവരുടെ ഇടയിൽ ഒരു തവണ BJPക്ക് അധികാരം തന്നാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും. ഇത് രാജീവ് ചന്ദ്രശേഖറാണ് പറയുന്നത്. ഇത് നടക്കുന്ന കാര്യമാണെന്ന് കൃത്യമായി തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഞാൻ സംസാരിച്ച കുറെ ആളുകളുടെ ഇടയിൽ ഇത്ര ഉറപ്പോടുകൂടി BJP ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെന്തുകൊണ്ട് ഒരു തവണ പരീക്ഷിച്ചു? അത് അവർ പ്രചാരണത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സർവേക്കകത്ത് കണ്ടതിനകത്ത് വെച്ചാൽ ഒരു തവണ അവസരം തരും, ഒരു തവണ അവസരം തരും. ഇതുവരെ നിങ്ങൾ അവസരം തന്നിട്ടില്ല, ഒരു തവണ അവസരം തരും. അത് ആ ചോദ്യത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് നമ്മൾ സർവേക്കകത്ത് കണ്ടതിനകത്ത് കുറച്ച് പേര് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു തവണ അവസരം തരൂ എന്നൊരു ചോദ്യം അത് കാര്യമായിട്ടുണ്ട്. അതിന് മുകളിലോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും മത്സരം CPM BJP തമ്മിലാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് കളത്തിലില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി 7 ദിവസം തീവാറുന്ന പ്രചരണമാണ് നടക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരം അനന്തപുരി ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി CPM-നെ ഇടതുമുന്നണിയെ സ്വീകരിക്കുമോ അതോ ചരിത്രം വഴിമാറി BJP കളം പിടിക്കുമോ എന്നുള്ളത് മാത്രമാണ്. കോൺഗ്രസ് ഔട്ടാണ്, ടോട്ടലി ഔട്ടാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും LDF-ഉം തമ്മിൽ NDA LDF-ഉം തമ്മിലുള്ള നേർക്ക് നേർ പോരാട്ടമെന്ന് ഉറപ്പിച്ചു പറയും. നന്ദി.